എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പുൾമിയപ്പ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വൈകിക്കാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ വാനില സ്പോഞ്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാനില സ്പോഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോസിൽ ഓരോ കേക്കിൻ്റെ റെസിപ്പിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഡോൾ കേക്കിൻ്റെ മൗൾഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഞാൻ ഒരു 5 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു 5 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫുൾ പീസസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തെ ലെയർ ഫസ്റ്റ് വെച്ച് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലധികം ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡോൾ കേക്ക് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മുറിക്കുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അധികം അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യേണ്ട, എന്നാൽ കുറച്ച് അത്യാവശ്യത്തിന് വേണേനും. എന്നിട്ട് നമുക്ക് ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്യാം. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഞാൻ ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം കേക്കും അത്യാവശ്യം നല്ല കട്ടിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രീമും അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബ്ലാക്ക് കറണ്ടിൻ്റെ ക്രഷ് അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ടേസ്റ്റാണ്, ഏത് ഫ്ലേവറാണോ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് കറണ്ടിൻ്റെ ക്രഷാണ് ചേർക്കുന്നത്. അതും കുറച്ച് ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് വാനിലയുടെ കൂടെ ഈ ഒരു ബ്ലാക്ക് കറണ്ടിൻ്റെ ക്രഷ് വരുമ്പോൾ. ചെറിയൊരു പുളിപ്പും മധുരവും എല്ലാം കൂടിയും ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് ക്രഷ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫുൾ ലെയർ വെച്ച് കൊടുത്തിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ കേക്കിന്. നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടും. ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഫൈനലായിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ കൊടുക്കാൻ പോകുന്നത് റെഡ് കളർ ഐസിങ് ആണ്. അപ്പോൾ ക്രീമിൽ ഞാൻ റെഡ് കളർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കട്ടിയിൽ തന്നെ നമ്മുടെ കേക്കിൻ്റെ മേലെ ഐസിങ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ കസ്റ്റമർ ഈ ഒരു കളറാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് റെഡ് കളറിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ ക്രീം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലൊന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. അതിൽ സ്ക്രേപ്പറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നൈഫ് വെച്ചിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫായിട്ടുണ്ടെങ്കിൽ മാത്രമേ കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ലൂസാണ് ക്രീമെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ആ ഷേപ്പിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ പതുക്കെ ടൈം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോഴാണ് അത് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് അപ്പോൾ വൈറ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് കുറച്ചും കൂടി ക്രീം വെച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. അത്യാവശ്യം നല്ല ക്ഷമ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാനും പറ്റുള്ളൂ. ഇനി മേൽഭാഗത്ത് ഒന്ന് ശരിയാക്കിയതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാനിതിപ്പോൾ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അടിയിൽ ഒരു ഡിസൈൻ കൂടി കൊടുക്കണം. അപ്പോൾ ഈ നോസിലിൽ ഞാൻ കുറച്ച് റെഡ് കളർ ക്രീം തന്നെ എടുത്തിട്ട് ഈ ഒരു രീതിയിലൊരു പൂ വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സിമ്പിൾ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡിസൈനിൽ. കാരണം പുൾമിയപ്പ് കേക്ക് ആയതുകൊണ്ട് നമുക്ക് അധികം വറക്കേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഡോളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഗ്ലേസിങ്, നമ്മുടെ സാധാ ഡോളല്ല, ഇങ്ങനത്തെ ഒരു പേപ്പർ കട്ടിങ്ങിലുള്ള ഒരു സംഭവമാണ്. എന്നിട്ട് അത് സ്റ്റിക്കിൽ ഒട്ടിച്ചിട്ട് നമ്മൾ കേക്കിൽ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുക. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ അസറ്റേറ്റ് ഷീറ്റാണത്. അപ്പോൾ അസറ്റേറ്റ് ഷീറ്റ് ഇങ്ങനെ നമുക്ക് റൗണ്ടിലാക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് അത് നമുക്ക് ഈ കേക്കിൽ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം അധികം അങ്ങോട്ട് പ്രസ് ചെയ്യാനും പാടില്ല. എന്നാൽ കേക്കിലേക്ക് ഫുള്ളായിട്ട് പ്രസ്സായിട്ട് ഇരിക്കും വേണം. അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് ഒഴുകി വരാൻ ചാൻസ് ഉണ്ട്.
ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ റെഡ് കളർ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വൈറ്റ് കോമ്പൗണ്ടിൽ റെഡ് കളർ ചേർത്തതാണ് കേട്ടോ. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ മെല്ലെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത്രയും ഈ ഒരു ലെവലിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മേളിൽ കുറച്ചൊരു ഗ്ലേസിങ് വേണ്ടിയിട്ട് കുറച്ചൊരു ഡാസ്ലിംഗ് ഗ്ലേസ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പൊടി പോലെയാണ് ഉണ്ടാവുക. അതൊരു പൊടിയാണ് റെഡ് കളറിലുള്ളത്, പക്ഷേ അതിന് ചെറുതായിട്ടൊരു ഷൈനിങ് ഉണ്ട്. അപ്പോൾ അത് ആ ഒരു പുൾമിയപ്പ് കേക്ക് നമ്മൾ പുള്ളി ചെയ്യുമ്പോൾ അതിങ്ങനെ ഒഴുകി വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക്. അപ്പോൾ ഇതിപ്പോൾ കസ്റ്റമർ അയച്ചു തന്നതാണ് വീഡിയോ. അപ്പോൾ അത്ര ക്ലിയർ ഒന്നുമില്ല, കാരണം സൈഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. എങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ, ഈ ഒരു പുൾമിയപ്പ് കേക്കിൻ്റെ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.